സംബന്ധിച്ച അവരുടെ നിലനിൽപ്പിൻ്റെ ആധാരമാണത്. ആ ടാലൻസിനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. US-ന്റെ ടെക്നോളജിക്കൽ ഡോമിനൻസിന് കിട്ടുന്ന മാരകമായൊരു പ്രഹരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരു കാലത്ത് വില കൊടുത്ത് വാങ്ങിയവരെ ഇപ്പൊ പറഞ്ഞു വിടുന്നു. നമ്മളെപ്പോഴും ബ്രെയിൻ ഡ്രെയിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ മസ്തിഷ്കം ചോർന്നുകൊണ്ടിരിക്കുന്നു. ട്രംപ് ഭരണകൂടം അടുത്തിടെ കൊണ്ടുവന്ന H-1B വിസയിലെ മാറ്റങ്ങൾ US സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, രണ്ട് പ്രധാന മാറ്റങ്ങളാണ് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്നിട്ടുള്ളത്. നിരവധി ബില്ലുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എടുത്തു പറയേണ്ടത് രണ്ട് പ്രധാന മാറ്റങ്ങളാണ്. അത് ഒന്നാമത്തേത്, വിദേശ തൊഴിലാളികളുടെ H-1B വിസയിൽ ഫീസ് $1,00,000 വർദ്ധിപ്പിക്കുകയും അടുത്തത് ലോട്ടറി സിസ്റ്റം മാറ്റി ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രീൻ കാർഡ് കൊടുക്കുക അല്ലെങ്കിൽ അവരെ തൊഴിലിടത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന രീതിയാണ്. അപ്പം ഇത്തരം പുതിയ പുതിയ മാറ്റങ്ങൾ US സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷെ ട്രംപ് ഭരണകൂടം കണക്ക് കൂട്ടുന്നത് ഈ 1,00,000 ഫീസൊക്കെ അധികമായിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ $1,00,000 ഫീസ് ഏർപ്പെടുത്തിയിട്ടും വിദേശികൾ പോകാൻ റെഡിയാണ് ഇത് കൊടുത്തിട്ട്. അതായത് എനിക്കൊന്ന് വലിയ വലിയ കമ്പനികൾ ആൾക്കാരെ എടുക്കുന്നുണ്ട്, എന്നാൽ ചെറിയ കമ്പനികൾ അതിൽ തടസ്സം നേരിടുന്നുണ്ട്. കാരണം ചെറിയ കമ്പനികൾക്കൊന്നും $1,00,000 കൊടുത്തിട്ട് പെട്ടെന്ന് ഇത്തരം വിദേശ തൊഴിലാളികളെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാൽ വലിയ വലിയ കമ്പനികൾ അവർക്ക് തൊഴിലാളികളെ ആവശ്യമാണെന്ന് തോന്നുമ്പോൾ അവരെടുക്കുന്നുണ്ട്. അതുപോലെ കണക്കുകൾ പറയുന്നത് പല വിദേശികളും കൊടുക്കാൻ തയ്യാറാണ്. ഈ $1,00,000 കൊടുത്തിട്ടാണെങ്കിലും പോകുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ ഇതിനെതിരെ കേസുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കേസ് നടന്നപ്പം കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് ഫീസ് ഒന്നുമല്ല, ഇത് ട്രംപ് ഭരണകൂടത്തിലേക്ക് അധികമായി പോകുന്ന ഒരു തുകയാണെന്ന്. അപ്പം സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഈ മാറ്റങ്ങളൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നും ഭരണകൂടം പറയുന്നത് ഇതുവഴി അധിക വരുമാനം സ്വന്തമാക്കാൻ പറ്റുമെന്നുമാണ്. വളരെ ഷാലോ ആയിട്ടുള്ള ഒരു വാദമാണ് ഈ ഇതുകൊണ്ട് വരുമാനം കിട്ടുന്നുള്ള വാദമൊക്കെ. വളരെ ഷാലോ ആയിട്ട് എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക്കൻസിൻ്റെ ചില വോട്ടേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ സാധാരണ ഒരു ആലോചിക്കാൻ കഴിവുള്ള ഒരാളെ സംബന്ധിച്ച് US-നെ സംബന്ധിച്ച് ഈ 1 lakh ഫീസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു എമൗണ്ട് ഒന്നുമല്ല അവരെ സംബന്ധിച്ച്. അപ്പോൾ ഇതിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നയങ്ങൾ മൊത്തത്തിൽ US-ന് വലിയ തോതിൽ വലിയ സെറ്റ് ബാക്ക് ഉണ്ടാക്കാൻ പോകുന്ന നയങ്ങളാണ്. അതിൽ കാര്യമായിട്ട് കാണേണ്ട ഒരു സംഗതി, ഇവരുടെ US-ന്റെ ഒരു ടെക്നോളജിക്കൽ ഡോമിനൻസ് ഉണ്ട് ലോകത്തിന് മേലെ. അപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ കമ്പനീസും, ആമസോൺ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും അങ്ങനെ എല്ലാ തരത്തിലുള്ള വൻ കമ്പനികളും US-ൽ നിന്നാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ്, OS, അതുപോലെ നമ്മളുടെ സെർച്ച് എൻജിൻസ് എല്ലാം US ബേസ്ഡാണ്. പിന്നെ പുതിയ ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, AI അതുപോലുള്ള മേഖലകൾ മുഴുവൻ അതിലൊക്കെയുള്ള ഒരു ഡോമിനൻസ് ഉണ്ട്. ഈ ഡോമിനൻസിൻ്റെ ഒക്കെ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നടക്കുന്ന അറിവ് ഉൽപ്പാദനമാണ്, നോളജ് പ്രൊഡക്ഷനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ചുള്ള വലിയൊരു വീഴ്ച സംഭവിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ നോളജ് പ്രൊഡക്ഷൻ്റെ മേഖലയാണ്. നമ്മളതിലേക്കുള്ള ഫണ്ട് പോലും ചുരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ അതിലേക്കുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണും. ഇതിലും വലിയ അബദ്ധം, വലിയൊരു മണ്ടത്തരം വേറെ ഇല്ല. നോളജ് പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ച അവിടെ നിൽക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ട്രംപ് ഭരണകൂടം ചെയ്യുന്നത് ഈ നോളജ് പ്രൊഡക്ഷൻ്റെ കടക്കിൽ കത്തിവയ്ക്കുക. നമുക്കറിയാം, അവിടുത്തെ സർവകലാശാലകൾക്കെതിരെ അദ്ദേഹം വേറെ നടപടികൾ എടുത്തൊക്കെ നമുക്കറിയാം, അവരുടെ ഫണ്ട് വെട്ടിച്ചുരുക്കിയൊക്കെ. അപ്പോൾ ഈ നോളജ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ മേഖലയെ ഇങ്ങർക്ക് ഇഷ്ടമല്ല, ട്രംപിന് ഇഷ്ടമല്ല. ഇത് നമ്മൾ പല ഘട്ടത്തിൽ കാണുന്നുണ്ട്. ഇതിലും സംഭവിക്കാൻ പോകുന്നത്, അങ്ങോട്ട് വരുന്ന ടാലൻസിന്, അത് ഇവിടെ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ഏറ്റവും എലീറ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചിട്ട്, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചിട്ട് അവിടെ നിന്ന് വലിയ മാർക്കോടുകൂടി ജയിച്ച് പോകുന്ന ആളുകൾ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. പല വിസകളിലൂടെ, F1 വിസകളിലൂടെ, M1 വിസ, അങ്ങനെ പല വിസ സംവിധാനങ്ങളിലൂടെ അവരങ്ങോട്ട് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് അവിടെ വീണ്ടും പഠനം നടത്തുന്നു, ഉന്നത പഠനം നടക്കുന്നു. ഈ അക്കാദമിക പഠനങ്ങൾക്ക് ശേഷം അവർക്കുള്ളൊരു ബ്രിഡ്ജായിട്ടാണ് H-1B വിസ, ജോലിയിലേക്കുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ് H-1B വിസ നിലനിന്നിരുന്നത്. ഇതാണ് ഇപ്പോൾ ട്രംപ് തകർത്തുകൊണ്ടിരിക്കുന്നത്.
ഇതിലൂടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം സത്യ നടല്ല പോലുള്ള സുന്ദർ പിച്ചെ പോലുള്ള വമ്പൻ ജയൻറ്റ് കമ്പനികളുടെ മേധാവികൾ, ഇവരൊക്കെ ഇതുപോലെയുള്ള വിസ സംവിധാനങ്ങളിലൂടെ അവിടെ എത്തിച്ചേർന്ന ആളുകളാണ്. അപ്പോൾ അത്രയും വലിയ ടാലൻറ്റിനെ ഒരിക്കലും ഇന്ത്യക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല, ഒരു ഇന്ത്യൻ കമ്പനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഗംഭീര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത്രയും വലിയ ടാലൻസിനെ ഇങ്ങേര് വളരെ സില്ലിയായിട്ടാണ് കാണുന്നത്. ഇത് യു എസിലുള്ളവർക്കും കഴിയും എന്നാണ്. അങ്ങനെ കഴിയില്ല, അതല്ല അതിൻ്റെ ഒരു രീതി. യു എസ് ഇത്രയും കാലം ചെയ്തിരുന്നത് ഹെവിലി വലിയ തോതിൽ ഫണ്ട് ഇറക്കിയിട്ട് ഏറ്റവും മികച്ച, ലോകത്തിലെ ഏറ്റവും മികച്ച ടാലൻസിനെ യു എസിലേക്ക് എത്തിക്കുകയും യു എസ് കമ്പനീസിൽ അവരെ ഇറക്കി അതുവഴി ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങൾ നമുക്ക് ആ ഡോമിനൻസിൻ്റെ ബേസ് തന്നെ അതാണ്. അപ്പോൾ അതിനെയൊക്കെ തകർക്കുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ നഷ്ടം, കുറച്ച് പെട്ടെന്നുണ്ടാവുന്ന നഷ്ടം പോലെയല്ല, ഇതൊരു തരം നോട്ട് നിരോധനം പോലെയാണ്. അതെ അതെ അതെ. ഇപ്പം ഇവരെ പറഞ്ഞു വിടുന്നതല്ല, പക്ഷേ ഇതുപോലത്തെ ടാലൻസ് അങ്ങോട്ട് വരണം, യു എസിലേക്ക് വരണം. യു എസിനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ ആധാരമാണത്. ആ ടാലൻസിനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപ് കരുതുന്നത് ഇപ്പോൾ അവിടുത്തെ സർവകലാശാലകളിൽ എൻട്രി ലെവൽ ജോബ്സിനൊക്കെ പറ്റുന്ന ധാരാളം ആളുകളുണ്ട്. ഒരുപാട് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ 90s അവസ്ഥ എന്താ വെച്ചാൽ, ടാലൻസ് വലിയ വലിയ സർവകലാശാലകൾ അന്നും അവിടെ ഉണ്ട്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സർവകലാശാലകളുണ്ട്. പക്ഷെ അവർക്കൊന്നും തന്നെ അന്നത്തെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ഈ കമ്പ്യൂട്ടർ ഒക്കെ വന്ന് ഇൻ്റർനെറ്റ് വിപ്ലവമൊക്കെ നടക്കുന്ന സമയത്തിന് ആവശ്യമായിട്ടുള്ള വലിയ തോതിലുള്ള മനുഷ്യ വിഭവശേഷി കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. ആ ഒരു സന്ദർഭത്തിലാണ് ഇവർ H1B വിസയൊക്കെ കൊണ്ടുവന്നിട്ട് പുറത്തുനിന്ന് ആളെ എടുക്കുന്നത്. അപ്പോൾ ട്രംപ് ഇപ്പോൾ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, 90s സ്ഥിതിയല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സർവകലാശാലകളിലെല്ലാം ധാരാളം തദ്ദേശീയരായിട്ടുള്ള യുഎസുകാരായിട്ടുള്ള പൗരന്മാരായിട്ടുള്ള ആളുകൾ പഠിച്ചിറങ്ങുന്നുണ്ട്. അവരുടെ ടാലൻറ്റ് മതി ആ രാജ്യത്തിന് നിലനിൽക്കാമെന്നാണ് ട്രംപ് കരുതുന്നത്. അപ്പോൾ അവരെ ഉപയോഗിക്കാം, എൻട്രി ലെവൽ ജോബ്സിനൊക്കെ അവരെ ഉപയോഗിക്കാം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നടക്കം പോകുന്ന ഇത്തരം വിസകളിലൂടെ പോകുന്ന പല ആളുകളും പല തട്ടിപ്പുകളും ഫ്രോഡൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഒരു സംവിധാനമാകുമ്പോൾ ഇതൊന്നും പൂർണ്ണമായിട്ട് തടയാന്ന് പറഞ്ഞാൽ ഒരു സംവിധാനത്തിന് കഴിയില്ല. തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ ഇവിടുത്തെ ടാലൻസ് അങ്ങോട്ട് പോകുന്നുണ്ട്. ആ ടാലൻസിനെ മുഴുവൻ തടഞ്ഞിട്ട് അവിടെയുള്ള ടാലൻറ്റിനെ ഉപയോഗിച്ചിട്ട് അവിടുത്തെ കമ്പനികൾ പ്രവർത്തിക്കട്ടെ എന്നാണ് ട്രംപ് കരുതുന്നത്. അത് ശരിക്കും റെസ്ട്രിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. കാരണം ഒരു രാജ്യത്തിനകത്ത് നമുക്കറിയാം അതിന് പരിമിതികളുണ്ട്, പലതരത്തിലുള്ള പരിമിതികളുണ്ട്. ഒരു സർവകലാശാലയ്ക്ക് ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടാലൻറ്റും നൽകാൻ പറ്റുന്ന സർവകലാശാല ലോകത്ത് എവിടെയില്ല. അതുകൊണ്ടാണ് പുറത്തുനിന്ന് ആളുകളെ അവർക്ക് തിരഞ്ഞെടുക്കാൻ അത്തരം ലോകം കൊണ്ട് വിശാലമാക്കി കൊടുക്കുകയാണ് കമ്പനീസിന്, ലോകം വിശാലമാക്കി കൊടുക്കുകയാണ് H1B വിസ ഒക്കെ വഴി ചെയ്തിരുന്നത്. അതിനെയാണ് ഇപ്പോൾ ട്രംപ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. ഇത് ഈ യു എസിൻ്റെ ടെക്നോളജിക്കൽ ഡോമിനൻസിന് കിട്ടുന്ന മാരകമായൊരു പ്രഹരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അല്ല, ഇവിടെ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ US ഇത്രയും പേരെ പുറത്താക്കുകയാണ്, പക്ഷേ ഒരു ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ബിരുദം എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ്. അതും US ഇപ്പോൾ ഒരു ബിരുദം എടുക്കുക, കാരണം എഡ്യൂക്കേഷൻ ഹൈ ലെവൽ തന്നെയാണ്. അപ്പം ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ US പോകുകയും അവരവിടെ ബിരുദം എടുക്കുകയും അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് പലരും നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇവിടുത്തെ കമ്പനികളിൽ ജോലി ചെയ്ത് ഇവിടെ അവരുടെ ടാലന്റ് കൊണ്ട് ഇവിടുത്തെ ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ ടെക്നോളജിയെ വളർത്തിയെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് തുറന്നു കിട്ടുകയാണ്. ഇത് ശരിക്കും ഇത് അങ്ങനത്തെ ഒരു നിരീക്ഷണങ്ങൾ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ബ്രെയിൻ ഡ്രെയിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ മസ്തിഷ്കം ചോർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇവിടെ സർവകലാശാലകളിൽ, ഇവിടുത്തെ ഉന്നതമായ സർവകലാശാലകളിൽ പഠിച്ചിട്ട് ഇവിടുത്തെ സർക്കാരിൻ്റെയൊക്കെ ഫെലോഷിപ്പൊക്കെ വാങ്ങിയിട്ടായിരിക്കും അവർ പഠിക്കുന്നത്. അത്തരം ഒരു PhD വിദ്യാർത്ഥിയെ പുറത്തേക്ക് ഇറക്കണമെങ്കിൽ സർക്കാർ ചിലവാക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ്, വലിയ സംഖ്യ ചിലവാക്കിയിട്ടാണ്. നമ്മളത് ദൃശ്യം അല്ല എന്നുള്ളതുകൊണ്ട് നമുക്കത് പ്രത്യക്ഷമല്ല. പക്ഷേ വലിയ തോതിലുള്ള എമൗണ്ട് സർവകലാശാലകളിൽ സർക്കാരുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് PhD ഒക്കെ കഴിഞ്ഞിട്ട് ഒരാൾ നേരെ പുറത്തേക്ക് പോകുന്ന അവരുടെ ബ്രെയിൻ പിന്നീട് എങ്ങോട്ടാണോ പോകുന്നത് ആ രാജ്യത്തിനാണോ. ഈ ഒരു ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് നമ്മൾ ദീർഘകാലമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രെയിൻ ഡ്രെയിൻ, ഒരു റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ US സംഭവിക്കാൻ പോകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം അവിടെ പഠിച്ചു വരുന്ന ടാലൻസിന് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരികയും
അവർക്ക് സ്വന്തം നാട്ടിലേക്കോ അല്ലെങ്കിൽ ജർമ്മനിയിലേക്കോ മറ്റുള്ള ഓസ്ട്രേലിയയിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ പോകേണ്ട അവസ്ഥ വരികയും ചെയ്യുന്നു. ഇപ്പോൾ US ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് വന്നു തുടങ്ങിയോട് കൂടിയിട്ട് ജർമ്മനിയും ഓസ്ട്രേലിയയും കാനഡയൊക്കെ കുറേ അവരുടെ നിയമങ്ങളിൽ ഇളവുകൾ വരുത്തി ഇവരൊക്കെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലേക്ക് അവർ തിരിച്ചു വന്നു. അങ്ങനെ വരുന്നൊരു സന്ദർഭം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ബ്രെയിൻ ഇവിടെ യൂസ് ചെയ്യപ്പെടും. നമ്മുടെ എല്ലാ പരിമിതികളുടെ ഉള്ളിൽ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ആ ബൗദ്ധിക ശേഷി കൂടി വരുമ്പോൾ വലിയ വളർച്ച നമുക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കും, ഇന്ത്യയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ചൈനയും അതുപോലുള്ള രാജ്യങ്ങളൊക്കെ കഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് ഇവരുടെ ഈ ബ്രെയിൻ നമുക്ക് ഉപയോഗപ്പെടും എന്നുള്ള ഒരു വസ്തുത കിടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് എന്താ പറയുക, ഒരു US പഠിച്ച് അവിടുത്തെ ശമ്പളം പ്രതീക്ഷിച്ച് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന നിരാശയുടെ ഒരു ആഘാതമുണ്ട്. അയാൾ ശരിക്കും നിരാശയിൽ വീഴും. അത്രയും വലിയ ശമ്പളത്തിലേക്കൊന്നും പിന്നീട് ഇന്ത്യയിലേക്ക് വന്നാലും മറ്റു രാജ്യങ്ങളിലേക്ക് പോലെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ നിരാശയ്ക്ക് ഒരാളുടെ ടാലൻറ്റിനെയും ബാധിക്കും. അപ്പോൾ റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ പോലും അവരുടെ ബ്രെയിൻ ഇവിടെ യൂസ് ചെയ്യാൻ മാത്രമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്കുണ്ടോ, അതിന് മാത്രം കേപ്പബിൾ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ടോ, അത്രയും ഗവേഷണ പിൻബലങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ US ഒരു കാര്യം എടുത്താൽ അവിടുത്തെ സർവകലാശാലകളുടെ ഒരു എന്താ പറയുക, അറിവിൻ്റെ മേലുള്ള ഡോമിനൻസ് ഉണ്ട്. നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല. നമ്മുടെയൊക്കെ സർവകലാശാലകൾ എന്ന് പറഞ്ഞാൽ അതിനിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ഒട്ടും നിലവാരമില്ലാത്ത വളരെ മോശം സർവകലാശാലകളാണ്. അതൊരു വസ്തുതയാണ്. നമ്മൾ വളരെ എലീറ്റ് എന്ന് കരുതുന്ന, കേരളത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ വളരെ എലീറ്റ് എന്ന് കരുതുന്ന സർവകലാശാലകൾ പോലും US UK പല സർവകലാശാലകളോടും തട്ടിച്ചു നോക്കിയാൽ വളരെ മോശം പെർഫോമൻസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ. അങ്ങേയറ്റത്തെ പൊളിറ്റിക്കൽ നിയമനങ്ങൾ പാടില്ല എന്നല്ല പറഞ്ഞു, പക്ഷെ അങ്ങേയറ്റം എക്സ്ട്രീം പൊളിറ്റിക്കൽ നിയമനങ്ങൾ, ഏറ്റവും ഡംബായിട്ടുള്ള വളരെ മോശം സ്കോളേഴ്സിനെ വെച്ച് റൺ ചെയ്യുന്ന വളരെ മോശം സ്ഥാപനങ്ങളാണ് പല യൂണിവേഴ്സിറ്റീസും. അപ്പോൾ നമ്മളിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചാൽ എന്താണ് യൂണിവേഴ്സിറ്റിയുടെ എന്ന് ചോദിച്ചാൽ NAC അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അത് വൻ കോമഡിയാണ്. NAC അക്രഡിറ്റേഷൻ നമുക്കറിയാതെ എങ്ങനെ നമ്മൾക്ക് കോളേജിൽ ചെയ്തല്ലോ. അപ്പോൾ എന്തിനു കൊടുക്കുന്നതെന്ന് അറിയാം. അത് അക്കാഡമിക് എക്സലൻസിന് കൊടുക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ എക്സലൻ്റ് ആയിട്ടുള്ള വർക്കുകൾ വരാത്ത, നല്ല പ്രബന്ധങ്ങൾ വരാത്ത, നല്ല സ്കോളേഴ്സ് വരാത്ത, അറിവുൽപാദനം തന്നെ നടക്കാത്ത വെറും കുറേ പൊളിറ്റിക്കൽ സ്റ്റുപ്പിഡ്സിനെ വെച്ച് റൺ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു പലരും പുറത്തേക്ക് പോകുന്നതിൽ ഒരു സംശയം വേണ്ട. അത് തന്നെയാണ് വസ്തുത. അതൊരു വസ്തുതയാണ്. നമുക്കിവിടെ അത്തരം ഇതില്ല, ഫണ്ടിങ്ങും ഇല്ല. ഈ സർവകലാശാലകളിലേക്ക് വലിയ തോതിലുള്ള ഫണ്ടിങ് വരുന്നില്ല. ഉള്ളത് തന്നെ ഒരു വലിയൊരു എലീറ്റ് ഗ്രൂപ്പ് ഇങ്ങനെ റൺ ചെയ്ത് കൊണ്ടുപോകുന്ന അവരുടെ എന്താ പറയുക, ഒരു പൈതൃക സ്വത്ത് പോലെ അവരുടെ ബന്ധുക്കളും ബന്ധു നിയമനങ്ങളും നടക്കുന്ന ഒരു വളരെ മോശപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ പക്ഷേ US സംബന്ധിച്ച് അവിടെ ഉള്ള സർവകലാശാലകൾ ഇക്കാര്യത്തിലൊക്കെ അങ്ങേയറ്റം കോമ്പറ്റീറ്റീവാണ്. അങ്ങേയറ്റം പെർഫോമൻസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സർവകലാശാലകളാണ്. അവിടെ പഠിച്ചിറങ്ങുന്നവരുടെ ടാലൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇതായിരിക്കും. അപ്പോൾ അതുമായിട്ട് നമുക്ക് തുലനം ചെയ്യാനേ പറ്റില്ല നമ്മുടെ സർവകലാശാലകൾ. അപ്പോൾ സന്ദീപേട്ടൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലെ സർവകലാശാലയും US സർവകലാശാലയും തമ്മിൽ, അതായത് US ഒരു സർവകലാശാലയിൽ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പൊ STEM ആണെന്ന് വെച്ചോ, അതായത് സയൻസ്, ടെക്നോളജി, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് മേഖലയിൽ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് അപ്പൊ തന്നെ അവിടെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. അതിന് നല്ല സാലറിയും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സപ്ലി ഒന്നും ഇല്ലാതെ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്സ് പഠിച്ചിറങ്ങുന്ന എത്ര പേർക്ക് ജോലിയുണ്ട്, എത്ര പേർക്ക് ഒരു ഉയർന്ന ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ യുവതലമുറ അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കും. US പോകാം അല്ലെങ്കിൽ UK പോകാം എന്നുള്ളത്. അപ്പൊ അതിനവർ എത്ര ക്യാഷ് വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു തലമുറയാണ്. നല്ല കരിയറിൽ എത്തിപ്പെടുക, നല്ലൊരു പൊസിഷൻ സ്വന്തമാക്കുക എന്നുള്ളത്. അപ്പൊ പലർക്കും സ്വന്തം നാടുകളിൽ ഇത് കിട്ടുന്നില്ല. ഇനിയിപ്പോ പലരും വിചാരിക്കും എനിക്ക് സ്വന്തം നാട്ടിൽ നിൽക്കണം, നാട്ടിലെ നല്ല സർവകലാശാലയിൽ പഠിച്ച് എനിക്ക് എന്തെങ്കിലും ഇവിടെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെന്ന് വിചാരിച്ചാൽ പോലും അതിനൊരു സ്പേസും ഇല്ല, അതിനവർക്കൊരു നല്ല ശമ്പളമോ അല്ലെങ്കിൽ ഒന്നുമില്ല. സാധനങ്ങൾക്കൊക്കെ വിലയുണ്ട്, പക്ഷെ ശമ്പളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പലർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഈ ട്രംപിന്റെ ഈ ഒരു പദ്ധതികളൊക്കെ വളരെ അബദ്ധം നിറഞ്ഞാണെന്ന് ഉള്ളതിന് തെളിവാണ് അദ്ദേഹം ഈ സെമി കണ്ടക്ടർ
വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ചില ഇടപെടലുകൾ. പുള്ളി തായ്വാനെതിരെ വലിയ താരിഫ് ഏർപ്പാടാക്കി. തായ്വാനിൽ സെമി കണ്ടക്ടർ ബിസിനസ്സിലെ ഏറ്റവും ഒരു പ്രധാന, ലോകത്തിലെ ഒരു ഏറ്റവും പ്രധാന കേന്ദ്രമാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ധാരണ US ഈ ഇത്രയും സെമി കണ്ടക്ടേഴ്സ് അവിടെ നിർമ്മിക്കാം. അതിന് മറ്റു പല പൊളിറ്റിക്കൽ ഇഷ്യൂസ് വേറെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ തായ്വാൻ എങ്ങാനും ചൈനയുടെ കീഴിലാക്കപ്പെടുകയാണെങ്കിൽ അവരുടെ ഒരു ഡിപ്പെൻഡൻസി കൂടുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം എടുത്ത നടപടികളൊക്കെ വളരെ അബദ്ധം നിറഞ്ഞായിരുന്നു. US ഇത്രയും കൂടുതൽ, അതായത് ഈ വലിയ ഫാക്ടറീസ് വെച്ച് നിറയെ സെമി കണ്ടക്ടേഴ്സ് അവിടെ നിർമ്മിക്കുന്നില്ല. പകരം വളരെ വളരെ ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് മാത്രമേ അവിടെ നിർമ്മിക്കുകയല്ല, അതിന് ഡിസൈനിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ട്രംപിനെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന ഒരു സംഗതി. എന്തുകൊണ്ട് US അവർ വന്നിട്ട് അവരുടെ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചിട്ട് ഇവിടേക്ക് അവർ കപ്പലിൽ കയറ്റി അയക്കില്ല, വേണ്ട നിങ്ങൾ ഇവിടെ വന്നിട്ട് സ്ഥാപിക്കും, എന്നിട്ട് ഇവിടെ നിർമ്മിക്കും. ഒരിക്കലും സാധിക്കാത്തൊരു, യഥാർത്ഥത്തിൽ അവർക്ക് നഷ്ടക്കച്ചവടമാണ് വന്നിട്ട് ഈ തായ്വാനിലോ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലോ ദരിദ്രമായിട്ടുള്ള രാജ്യങ്ങളിലോ നിൽക്കുന്ന ആളുകൾക്ക് അവിടെ വന്നിട്ടൊരു ഫാക്ടറി സ്ഥാപിക്കാൻ പറഞ്ഞാൽ വളരെ അബദ്ധം നിറഞ്ഞൊരു സംഗതി, ഒരു ബിസിനസ് മോഡൽ എന്ന നിലയ്ക്ക്. അപ്പോൾ പക്ഷേ ഇങ്ങനെ സംബന്ധിച്ച് ഇവിടെ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് സ്ഥാപിക്കണം എന്നുള്ളൊരു നിലപാടാണ് എടുത്തത്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ US നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്നോളജിയുടെ കാര്യത്തിലുള്ള ഒരു ഡോമിനൻസ് കിടക്കുന്നത് ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത് ഡിസൈൻ ചെയ്യാനുള്ള അവരുടെ ഒരു ശേഷിയാണ്. ഏറ്റവും സാങ്കേതിക സങ്കീർണമായിട്ടുള്ള ജോലികൾ അവർക്ക് ചെയ്യാൻ കഴിയും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. ഇതാണ് അവരുടെ ഡോമിനൻസ്. ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട് അമേരിക്കയെ നിലനിർത്തുന്ന ഒരു ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടല്ല, പകരം ഈ മേഖലയിൽ ഏറ്റവും മികച്ച സാധനങ്ങൾ, ഏറ്റവും മികച്ച സെമി കണ്ടക്ടേഴ്സ്, ഏറ്റവും അത്യാധുനികമായിട്ട് സെമി കണ്ടക്ടേഴ്സ് അവർ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രംപ് ആലോചിക്കുന്നത് ഇതുപോരാ, ഈ മാസികമായിട്ടുള്ള ഉൽപ്പാദനം കൂടി അവിടെ വേണം. ഇത് രണ്ടും കൂടിയിട്ട് ഒരിക്കലും ഒരുമിച്ച് പോകാൻ കഴിയില്ല. നമുക്കെല്ലാം കൂടിയിട്ട് ഒരു രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് എന്താ പറയുക, അമേരിക്കയുടെ ആ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് എല്ലാ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന അവരുമായിട്ടുള്ള കൊള്ളക്കൊടുക്കുകൾ ഒക്കെ അവസാനിപ്പിച്ച് എല്ലാം നമ്മുടെ രാജ്യത്ത് വന്ന് ഇവിടെ എല്ലാം ഉൽപ്പാദിപ്പിക്കുക, ഇവിടെ തന്നെ ഉപഭോഗം ചെയ്യുക, അങ്ങനെയുള്ള ഒരു സിസ്റ്റം ലോകത്ത് എവിടെയും വർക്കാവില്ല. അപ്പോൾ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ ട്രംപ് പറയാണ് ഇവിടെ വന്ന് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്, പക്ഷെ വിദേശ തൊഴിലാളികളെ ട്രംപിന് ആവശ്യമില്ലല്ലോ, അവരെ പറഞ്ഞു വിടാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഇത് വർക്കാവും? ഇതിന്റെ രസം അതാണ്. പുള്ളി കരുതുന്നത് എൻട്രി ലെവൽ ജോബ്സിന് ആളുകൾ അവിടെ ആവശ്യത്തിനായി അവിടെ ധാരാളം സർപ്ലസ് വന്നു എന്നാണ് പറയുന്നത്. ഈ സർവകലാശാലകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി സർപ്ലസ് വന്നിട്ടുണ്ട്, അവരെ ഉപയോഗിക്കാൻ കഴിയും. അവരുടെ ഒരു എന്താ പറയുക, ടാലന്റ് ഉപയോഗിക്കാൻ കഴിയും. വളരെ ഇങ്ങനത്തെ ചെറിയ എൻട്രി ലെവൽ ജോലികളിലേക്ക് അവരെ കടത്തി വിടാൻ കഴിയും, അവരുടെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നൊക്കെയാണ് ട്രംപ് കരുതുന്നത്. പക്ഷേ അതൊക്കെ എത്രത്തോളം പ്രായോഗികമായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്ര ബുദ്ധിയാണെന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെയല്ല സാമ്പത്തിക ശാസ്ത്രം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. US ഒരു അടിസ്ഥാന സാമ്പത്തിക സ്വഭാവത്തെ തന്നെ മാറ്റി തീർക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത്. പുള്ളിക്ക് അത് അറിയാതെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആണെന്ന് തോന്നുന്നില്ല. ആ തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ശാസ്ത്ര ആലോചനകളുടെ പിൻബലത്തിൽ ചെയ്യുന്നതാണെന്ന് തോന്നുന്നില്ല. കാരണം വലിയ മുതലാളിത്ത ഇൻ്റലക്ച്വൽസോ മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞരോ ഒന്നും തന്നെ ട്രംപിൻ്റെ ഈ നയങ്ങളെ പിന്തുണയ്ക്കുന്നില്ല. അതിൻ്റെ കുഞ്ഞു കുട്ടികൾ കാണിക്കുന്ന ഒരു വാശി പോലെയാണ് ട്രംപ്. അതെ, അതുപോലത്തെ ഒരു വാശിയാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് US ആധിപത്യം, സമഗ്രമായിട്ടുള്ള ലോകത്തിന് മേലുള്ള സമഗ്രമായിട്ടുള്ള ഈ ആധിപത്യത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇടിവ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ നയങ്ങൾ കൊണ്ട് എന്നുള്ളതാണ്. ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിലാണ് മുന്നോട്ടുള്ള പോക്കെങ്കിൽ അധികം വൈകാതെ തന്നെ എല്ലാ മേഖലയിലും വലിയൊരു ഇടിവ് വരും. മറ്റ് വൻതൻ രാജ്യങ്ങൾ മുന്നിൽ കയറും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്.